മുസ്ലിംകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ. നമ്മൾ ഇതിലേതെങ്കിലും കവാടത്തിലൂടെ പ്രവേശിക്കാൻ അർഹരാണോ? നമുക്ക് നോക്കാം. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ നബി തങ്ങൾ ഇപ്രകാരം പറഞ്ഞു: സ്വർഗ്ഗത്തിൽ 8 കവാടങ്ങളുണ്ട്. അതിൽ റയ്യാൻ എന്ന് പറയപ്പെടുന്ന ഒരു കവാടമുണ്ട്. നോമ്പുകാരല്ലാതെ മറ്റാരും അതിലൂടെ പ്രവേശിക്കുകയില്ല. 1 ബാബുസ്വലാത്ത്, നിസ്കാരത്തിന്റെ കവാടം. കൃത്യനിഷ്ഠയോടെയും ഭക്തിയോടെയും നിസ്കാരം നിർവഹിച്ചിരുന്നവർ ഈ വാതിലിലൂടെ പ്രവേശിക്കുന്നു. 2 ബാബുൽ ജിഹാദ്, ധർമ്മസമരത്തിന്റെ കവാടം. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്തവർക്ക് പ്രവേശിക്കാനുള്ള കവാടം ആണിത്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ സഹിക്കുന്ന ഓരോ ത്യാഗവും ഇതിൽ എണ്ണപ്പെടുന്നു. 3 ബാബു സ്വതഖ, ദാനധർമ്മങ്ങളുടെ കവാടം. ജീവിതത്തിൽ ദാനധർമ്മങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകിയവർ ഇതിലൂടെ പ്രവേശിക്കുന്നു. 4 ബാബുറയ്യാൻ, നോംകാരുടെ കവാടം. റമദാൻ നോമ്പും സുന്നത്ത് നോമ്പുകളും കൃത്യമായി അനുഷ്ഠിച്ചവർക്കായി മാത്രം നീക്കിവയ്ക്കപ്പെട്ട പ്രത്യേക കവാടം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: റയ്യാൻ വാതിലിലൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് പിന്നീടൊരിക്കലും ദാഹം അനുഭവപ്പെടുകയില്ല. 5 ബാബുൽ കാളിമീനൽ ആൽ, കോപം നിയന്ത്രിച്ചവരുടെ കവാടം. ദേഷ്യം വരുമ്പോൾ അത് നിയന്ത്രിക്കുകയും മറ്റുള്ളവർക്ക് മാപ്പ് നൽകുകയും ചെയ്തവർക്കായി ഈ കവാടം തുറക്കപ്പെടുന്നു. ഇത് അല്ലാഹു മാത്രം മനസ്സിലാക്കിയ നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയെ ആണ് കാണിക്കുന്നത്. 6 ബാബുൽ ഹജ്ജ്, ഹജ്ജിന്റെ കവാടം. വിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചവർക്കുള്ള പ്രവേശന കവാടമാണിത്. ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്ത ഹജ്ജ് ജനിച്ച കുഞ്ഞിന്റെ ഹൃദയം പോലെ നിങ്ങളെ പാപമുക്തരാക്കും. 7 ബാബുൽ ഈമാൻ, വിശ്വാസത്തിന്റെ കവാടം. പ്രയാസ് സമയങ്ങളിൽ അല്ലാഹുവിൽ തവക്കുൽ ആക്കി ജീവിച്ചവർക്ക് ഇത് ലഭിക്കുന്നു. അവരുടെ ഹൃദയം എപ്പോഴും അല്ലാഹുവിനോട് അടുപ്പമുള്ളതായിരിക്കും. 8 ബാബു ദിക്ർ, ദിക്റിന്റെ കവാടം. തങ്ങളുടെ നാവും ഹൃദയവും എപ്പോഴും ദിക്റുകളിൽ മുഴുകിപ്പിച്ചവർക്കുള്ളവർക്കാണ് ഈ കവാടം.